കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും കാണാതായ 13-കാരിയെ കണ്ടെത്തി. ബംഗളൂരുവിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു. കഴിഞ്ഞ 11-ാം തീയതിയാണ് പെൺകുട്ടിയെ കാണാതായത്. അഭിന പിച്ചറക്കിലുണ്ട് വിവരങ്ങളുമായി. അഭിന, പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി എപ്പോഴേക്കാണ് താമരശ്ശേരി പോലീസ് എത്തിച്ചേരുക പെൺകുട്ടിയുടെ അടുത്തേക്ക്? താമരശ്ശേരിയിൽ നിന്നും കഴിഞ്ഞ 11-ാം തീയതിയാണ് പെൺകുട്ടിയെ കാണാതായിരുന്നത്. വലിയ രീതിയിൽ അന്വേഷണമെല്ലാം വ്യാപിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ ഒരു വിവരം കൂടിയാണ് ലഭിക്കുന്നത്. ബംഗളൂരുവിലുണ്ട് എന്നുള്ള വിവരം കൂടി താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അഭിന, എപ്പോഴത്തേക്കാണ് ബംഗളൂരുവിൽ എത്തുക? നിലവിൽ ആ പെൺകുട്ടി അധികൃതരുടെ നിരീക്ഷണത്തിലാണോ? തീർച്ചയായും കാളിദാസ്, കഴിഞ്ഞ 11-നാണ് ഈ പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ചുകൊണ്ട് വീട്ടുകാർ പരാതി നൽകുന്നത്. തുടർന്ന് താമരശ്ശേരി പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് ഈ മാധ്യമങ്ങളുടെ എല്ലാം വന്ന വാർത്ത ഈ മറ്റു ആളുകളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് തൃശ്ശൂരിലെ ഒരു KSRTCക്ക് സമീപം ഒരു ലോഡ്ജിലേക്ക് ഇരുവരും മുറിയെടുക്കാൻ പോകുന്നത്. പെൺകുട്ടിക്കൊപ്പം ഒരു ആൺസുഹൃത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ആ CCTV ദൃശ്യം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ആൺസുഹൃത്ത് മുറിയെടുക്കാൻ പോകുന്നത്. പക്ഷെ പെൺകുട്ടിയോട് ID കാർഡ് ആവശ്യപ്പെട്ടപ്പോൾ മതിയായ രേഖകൾ ഇല്ലാത്തത് കാരണം ഈ അധികൃതർക്ക് ഈ ലോഡ്ജിലെ അധികൃതർക്ക് ഒരു സംശയം തോന്നി. പിന്നീട് പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും പെൺകുട്ടിയും ആൺസുഹൃത്തും അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടിയെയും അതുപോലെ തന്നെ ആൺസുഹൃത്തിനെ കുറിച്ചും യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു ആൺസുഹൃത്ത് നേരത്തെയും പല കേസുകളിലും പ്രതിയായിരുന്നു. ഈ പെൺകുട്ടി ഈ ആൺസുഹൃത്തിനോടൊപ്പം കഴിഞ്ഞ വർഷം ഇതേ സാഹചര്യത്തിൽ ആൺസുഹൃത്തിനോടൊപ്പം കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇരുവരും 2024-ലും ഒരുമിച്ച് പോയിരുന്നതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ആൺസുഹൃത്തിനെതിരെ പോക്സോ കേസ് അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏതായാലും നിലവിൽ കർണാടക പോലീസ് ഇരുവരെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയുള്ള നടപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് താമരശ്ശേരി പോലീസ് കർണാടകയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ താമരശ്ശേരി പോലീസ് ബാംഗ്ലൂരിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പെൺകുട്ടിയെ നാട്ടിലെത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും മറ്റു നടപടികളെല്ലാം തന്നെ ഉണ്ടാവുക. കൂടുതൽ വകുപ്പുകൾ ഈ പ്രതിക്കെതിരെ, അതായത് പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ആൺസുഹൃത്തിനെതിരെ ചേർക്കാൻ തന്നെയാണ് തീരുമാനം. കാളിദാസ്. ശരി, അഭിന പിച്ചറക്കിലാണ് വിവരങ്ങൾ നൽകിയത്.